റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ സന്നദ്ധമാണെന്ന സൂചന നൽകി റഷ്യ. മുൻ വ്യവസ്ഥകളില്ലാതെ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അറിയിച്ചു. മുൻ ഉപാധികളില്ലാതെ യുക്രൈനുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അമേരിക്കൻ പ്രതിനിധി വിറ്റ്കോഫിനെ അറിയിച്ചതായി റഷ്യ സ്ഥിരീകരിച്ചു. മുൻ നിലപാട് പുടിൻ ആവർത്തിച്ചറിയിക്കുകയായിരുന്നു എന്ന് ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവ് പറഞ്ഞു. റോമിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സംസ്കാര ചടങ്ങിനെത്തിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കിയും ചർച്ച നടത്തിയിരുന്നു. ഇതിനുശേഷം ട്രംപ് ട്രൂത്തിൽ റഷ്യക്കെതിരായ നീക്കം സൂചിപ്പിച്ചിരുന്നു. കഴിഞ്ഞ കുറച്ചു ദിവസമായി സാധാരണക്കാർ ജീവിക്കുന്ന സ്ഥലങ്ങളിലേക്ക് റഷ്യ തുടർച്ചയായി മിസൈലുകൾ തൊടുക്കുകയാണെന്നും യുദ്ധം നിർത്താൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ ബാങ്കിങ്ങിലടക്കം ഉപരോധത്തിലേക്ക് നീങ്ങേണ്ടി വരുമെന്നും വ്യക്തമാക്കിയിരുന്നു. താൻ അധികാരമേറ്റാലുടൻ റഷ്യ യുക്രൈൻ സമാധാന കരാർ സാധ്യമാക്കുമെന്ന് ട്രംപ് തെരഞ്ഞെടുപ്പ് പ്രചരണ കാലത്ത് പറഞ്ഞിരുന്നു. എന്നാൽ ട്രംപ് ഭരണകൂടം പലതവണ ശ്രമിച്ചെങ്കിലും ഇരു രാജ്യങ്ങളെയും സമവായത്തിലെത്തിക്കാൻ കഴിഞ്ഞില്ല. ഇതിനിടെ സെലൻസ്കിയുമായുള്ള ചർച്ചയിൽ ഇരുവരും തെറ്റിയെങ്കിലും പിന്നീട് അമേരിക്കയ്ക്ക് യുക്രൈനിൽ ഖനനാനുമതി നൽകിയതുവഴി ബന്ധം മെച്ചപ്പെടുത്തിയിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18.